പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തും വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ, അപ്പോൾ അവിടെയുള്ള ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ച് പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം. അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാണ്ട സമയമായിരിക്കും. നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താവിൻ്റെ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയും. അതുപോലെ നിങ്ങളുടെ യാത്ര, വിദേശ യാത്രയ്ക്കൊക്കെ പോകണവരില്ലേ, അവിടെ ടിക്കറ്റുകൾ എടുക്കണം. ടിക്കറ്റുകൾ, പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയത്ത്. അപ്പോൾ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം. ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ, ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് എഴുതി പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം. ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ രേഖാപ്രാർത്ഥനയൊക്കെ ഉള്ളത്, ആ വിഷയം. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു പശുത്തൊഴുത്ത് കെട്ടാൻ പോയണം വിചാരിച്ചു.
അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നിന്നാണ് കൂരേണ്ടത്. അടുക്കള കെട്ടുന്നവരും എസ്റ്റേഷ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമമായിട്ട് ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ്? ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ചില പലചരക്കട ചെയ്യുന്നവരായിരിക്കും. ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ, കച്ചവട പീടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി നിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന. അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ, ഇപ്പോൾ കോടതിയിലെ കേസ് നടക്കണില്ലേ, അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി, എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം. സ്ഥലം അളക്കുക, സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ. അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ, പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം, ഫയലുണ്ടാകണം. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും. ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും. അത് നിങ്ങൾക്ക് മുട്ടടിക്കാൻ പറ്റുന്നൊരു മുട്ടയെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം. ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതിൽ അപ്ഡേഷൻസാണ് വന്നിരിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകേണ്ട, ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ തിരുസേന കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ, റിസൾട്ട് നോക്കാൻ പോകുന്നവരെ, ഇൻ്റർവ്യൂവിന് പോകുന്നവരെ, വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരിശുദ്ധമായ ദേവമാതാവേ, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായിലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാഹകയായി നിന്നവളെ, മക്കൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത്. ആദ്യം അമ്മയെ അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആശീർവദിക്കുക, ശക്തിപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ സമയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട്, വാങ്ങാൻ പോകുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുത്തവരുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ നടക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങനെ തിരുസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും ദൈവമേ. അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കീടങ്ങൾക്ക് കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ, അതുപോലെ തന്നെ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും, അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ, വലയുടെ കേടുപാടുകൾ, സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക, സ്ഥിരമായി വലക്ക് കേടുപാട് വരിക, അങ്ങനെയുള്ള മേഖലകളിലുള്ള വസ്തുവകൾ, ഇംപ്യൂട്ട്സിനെ, ഉരുപ്പടികളെ, മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താവിൻ്റെ നാമത്തിൽ അവരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ്റേ കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കാർഡുകളും അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, നിൻ്റെ തിരുമുറുവാൻ വരദകരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ, വിദേശ യാത്ര ചെയ്യുന്നവരെ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അവരുടെ പാസ്പോർട്ടുകൾ, വിസ, അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസന്നിധി സഹോദരൻ പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈശോ നിങ്ങളുടെ നിൻ്റെ തിരുവാർന്ന് വരദകരം, ആണിപ്പെടുന്ന അത്ഭുതകരം കർത്താവെ,
ഈ മക്കളുടെ ശിരസിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പണ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിലനിൽക്കുന്ന തടസ്സങ്ങളെ, ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ 39 വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാസ്ഥാനം ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാലും അൽത്താരിൽ നടന്ന 16 ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും, മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുകയും ഇതിലെ ശുഭദീർഘമായ പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥനെ രേഖകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരുടെ വിതയ്ക്കൊന്നും അവർ ജയഘോഷത്തോടെ കൊയ്ത കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവെ, കണ്ണുനീരോടെ പോകുന്നവരെ, ആശങ്കയോടെ പോകുന്നവരെ ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ, ദ ജോയ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു. കർത്താവ്, വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട്, വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട്, അവരുടെ താക്കോലുകൾ, അവരുടെ ലൈസൻസ് അങ്ങയുടെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരവർ പോകേണ്ട വഴി ഞങ്ങൾക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുന്ന അളിച്ചത് കർത്താവ്, ആ ദൂതനെ നീ അയച്ചു തരികയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നീ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവമെന്ന് കർത്താവ് യാക്കോബിൻ്റെ പ്രാർത്ഥന പോലെ ഈ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധ ദേവമാതാവിനെ, നിങ്ങളുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരെയും, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നിങ്ങളുടെ വലത്തും ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെയും മുമ്പിലും പുറകിലും വരുന്ന മറ്റു വാഹനങ്ങൾ അഭിചാരം ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദ ഫയർ ഫിംഗർ, സ്വാക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്, ലോർഡ് ഇൻഫ്യൂസ് യുവർ സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, അതായത് വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് എന്ന് ഈശോ ഒരു ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയും, കഴിയാതിരിക്കേണ്ട കാര്യമില്ല, എല്ലാം കഴിയും. പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വീട്ടിൽ താക്കോല് പോയതിന് പള്ളിമുറ്റത്തൊന്ന് അന്വേഷിക്കുന്ന യേശു പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ പ്രശ്നമാണത്. കാരണം നിങ്ങൾക്ക് വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെ. അതിനപ്പോൾ ഉത്തരം അണ്ടർസ്റ്റുഡാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ താപോലോട്ട് കൊണ്ടുപോകാഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഉത്തരം. ആ അപസ്മാര രോഗിയിലൂടെ കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. എന്താണ്? വിശ്വാസമുള്ളവനാണ് പ്രാർത്ഥിക്കാൻ പോയിട്ട് കാര്യമുള്ളൂ, വിശ്വാസം ഇല്ലാത്തവൻ താഴെ നിന്നാൽ മതി. അപ്പോസ്തലന്മാർക്ക് 2 ഉത്തരവാണ് കിട്ടിയിരിക്കണത്. എന്താണെന്നറിയാമോ? ഇവരുടെ പ്രശ്നം എന്തായിരുന്നോ? എന്തുകൊണ്ട് യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും മാത്രം താപോലോട്ട് കൊണ്ടുപോയി? ഞങ്ങളെ എന്തുകൊണ്ട് തഴഞ്ഞു? അതാണ് ചോദ്യം. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ പിശാച് ബാധിതനെ പരമസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല? അപ്പം 2 എന്തുകൊണ്ടുണ്ട് ഇവർക്ക്. അതിന് ഈശോ പോലും ഉത്തരം കൊടുത്തായിരുന്നേ. അപസ്മാര രോഗിയുടെ അപ്പൻ്റെ പറയുമ്പോൾ, വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ബോധമുള്ളവന് ഡിസേൺ ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞത്? എന്താ ഈശോ പറയുന്നുണ്ട് അവിടെ? എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞത് എന്താണ്? അതായത് കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവനെ എല്ലാം സാധിക്കുമെന്ന്. അപ്പം എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ഉദ്ദേശം എല്ലാം സാധിക്കുക തന്നെയാണ്. മനസ്സിലായില്ലേ? അതല്ലേ പറഞ്ഞു, നിങ്ങൾക്കൊന്നും അസാധ്യമുണ്ടാകില്ല. മത്തായി 17:21 വായിച്ച്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കില്ല. മുമ്പുള്ള വചനം 17:20 മത്തായി, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല. അപ്പൊ വിശ്വാസത്തിന്റെ ഉദ്ദേശം എന്താ? കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്ന എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞതും ഇതേ പ്രമേയം തന്നെയാണ്. മാർക്കോസിൽ നമ്മൾ പറഞ്ഞതല്ലേ. ഇപ്പോഴും അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കണം ഈശോ. ഇപ്പം എന്താ പറയണത്? വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. അപ്പം വിശ്വാസമാണ് എല്ലാം സാധിപ്പിക്കുന്നതും എല്ലാം സാധിപ്പിക്കുന്നതിനും വിശ്വാസം വേണം. യോഹന്നാൻ 6:28 എന്താണ്? ദേഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ എന്താ ഉത്തരം ഈശോ പറഞ്ഞത്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ ചുരുക്കം.
ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പ്രാർത്ഥനയിൽ മാത്രം ഒതുക്കുന്നതല്ല വിശ്വാസം. പിന്നെന്താണ്? ആ വിശ്വാസത്തിന് കുറേ മാനങ്ങളുണ്ട്, എക്സ്പ്രഷൻസ്. പിന്നെന്താണ്? ഇപ്പം വിശ്വാസം, പ്രാർത്ഥന ഉണ്ട്, പിന്നെന്താണ്? പ്രഖ്യാപനമുണ്ട്. പ്രഖ്യാപനം കൊണ്ട് എന്താണ്? യേശുവിൽ വിശ്വസിക്കുമ്പോൾ എന്ത് വിശ്വസിക്കണം? യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. അതാണ് വിഷയം. യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ് ദൈവഹിതമെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? റോമ 10:9 എന്താ വിശ്വസിക്കേണ്ടത്? ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമ്മള് യോഹന്നാൻ 6:28 ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണില്ലേ? അതിന് ഉത്തരവിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിന്ന് അയച്ചവർ വിശ്വസിക്കുക. അതാരാണ്? ക്രിസ്തു. പക്ഷെ അയച്ചവർ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. See, this is the nucleus. അവസാനം വായിച്ചില്ലേ? എന്താണ് കാര്യങ്ങൾ? ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനാൽ അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവിക ഇടപെടലിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താണ്? കാത്തിരിക്കുന്ന കന്യകമാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരെ കുറിച്ചാണ്. വെറുതെ കാത്തിരിക്കുന്ന കാര്യമില്ല. ഉറക്കം തന്നെ കാത്തിരിക്കാതെ കാര്യമുണ്ട്. വിളക്ക് തെളിച്ചുകൊണ്ട് കാത്തിരിക്കണം. ശ്രദ്ധിക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. മത്തായി 25:1 കന്യകമാരുടെ വിളക്കുകൾ ഏന്തിയ കന്യകമാരെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. കാത്തിരിക്കാൻ പറയുമ്പോഴേ കയ്യിൽ വിളക്കുണ്ടാണെന്ന് ബൈബിൾ പറയണം. വെറുതെ ചുമ്മാ ഉറക്കം തൂങ്ങി കാത്തിരിക്കാൻ പറ്റത്തില്ല. നിരുത്തരവാദപരമായിട്ട് കാത്തിരിക്കാൻ പറ്റത്തില്ല. കയ്യിൽ വിളക്കുണ്ടാകണം. വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ, ദൈവസ്നേഹത്തിൻ്റെ. വിശ്വാസത്തിന് മാത്രമല്ല, ഉടമ്പടിയിൽ കാത്തിരിപ്പെന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാകണം? വിശ്വാസത്തിൻ്റെ വിളക്ക്, ദൈവസ്നേഹത്തിൻ്റെ ജ്വാല, അതുപോലെ തന്നെയാണ് പ്രത്യാശയുടെ. പ്രത്യാശ ഉണ്ടെങ്കിൽ ഉറക്കം തൂങ്ങത്തില്ല അവിടെ. അതുകൊണ്ട് നിങ്ങളെ ഇടയ്ക്ക് ഉറക്കം തൂങ്ങുന്ന ആൾക്കാരില്ലേ? ഉറക്കം തൂങ്ങുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഉറക്കം തൂങ്ങാമേ എന്നും പറഞ്ഞുകൊണ്ട് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. ഉറക്കം തൂങ്ങിക്കൊള്ളാവേ എന്നും പറഞ്ഞുകൊണ്ട് നേർച്ച എന്താ വെച്ചാൽ അവർക്കറിയാം ഈ ആദ്യം 5 പത്രം എടുത്ത് കൈ പിടിക്കും. ബാക്കിയുള്ളവർ അത് ആ കൂട്ടുകാരൊക്കെ പിടിപ്പിക്കും. ആദ്യം നീ 5 കൂടെ ഉറക്കം തൂങ്ങിക്കൊള്ളാവേ എന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തേക്കും. ഈ ജന്മത്തിൽ ഗതി പിടിക്കത്തില്ല. കാര്യം ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യണത് ആരുമായിട്ടാണെന്നറിയാമോ? ഒരു പ്രായമുള്ള അപ്പൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ പേരെന്നാ? അതായത് എഡ്വിൻ തീഡോർ. കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എഡ്വിൻ തീഡോർ എന്താണ് അങ്ങനെയൊക്കെ എങ്ങനെ ഒരു 70 വയസ്സ് കാണുമായിരിക്കും. വയസ്സ് കൂടുതലായി പോയി പറഞ്ഞത് കൂടിയാൽ പണം മിക്കവാറും അങ്ങനെയുടെ മക്കളെന്നെ കൈകാര്യം ചെയ്യാൻ വരും മിക്കവാറും. നല്ല ആരോഗ്യമൊക്കെ കൊണ്ട് വിളിക്കുക, സംശയിക്കുക. പക്ഷെ പുള്ളി ഒരു സാക്ഷ്യം എന്നറിയാമോ? എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ അറിയിക്കണം. അതുകൊണ്ട് എല്ലാ മാസവും ഞാൻ 5 കെട്ട് പത്രം മേടിക്കും. എന്താ കാര്യം? പത്രം ഇങ്ങനെ ഒന്നും മണുത്താൽ ചില വണ്ടി കണ്ടില്ല, പെട്രോൾ മണുത്താൽ തന്നെ ഓടുമെന്ന് പറഞ്ഞ പോലെ കൃപാസനം പത്രം കണ്ടാൽ മതി. അതല്ലേ സാത്താൻ ഇതിനെതിരെ എന്തെല്ലാം വിധത്തിലുള്ള വ്യാജാരോപണങ്ങൾ നടത്തി നശിപ്പിച്ച് കളയാൻ. നശിച്ചില്ല. കാര്യത്തിൽ ഇന്ന് ആരോപണം ഉണ്ടായ കാര്യത്തേക്കാൾ എത്രയോ 10,000 ഇന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞ് അവരുടെ അനുഭവങ്ങൾ ഇപ്പം വാവിളിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും കൃപാസനത്തിലെ വാവിളിച്ച് അപ്പം തന്നെ വിശ്വാസവും അനുഭവമുള്ളവൻ താഴേക്ക് കമൻറ്റ് ചെയ്യും. അവൻ്റെ അനുഭവമുണ്ട്. കാര്യം അത് നമ്മളും ചെയ്യണം.
ആരെല്ലാം ദൈവിക പദ്ധതിക്ക് എതിരെ നിൽക്കണം ഒരിക്കലും സാത്താനായിരിക്കുമല്ല. അവൻ എന്നാ യുക്തിവാദി എന്താ സംഭവമാണെന്ന് പറഞ്ഞാലും ആൾ കളിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഉപദ്രവിക്കാനോ ക്രിസ്ത്യാനി ഇടയിൽ തന്നെയുള്ള മറ്റു മതസ്ഥരുടെ മുമ്പിൽ നല്ല പിള്ള ചമയാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ട്, കൃപാസനത്തെ ഉപദ്രവിക്കുന്നവർ ഇല്ലേ. ഇപ്പം പക്ഷേ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ അനുഭവങ്ങൾ അപ്പം നമ്മൾ പറയണം. കാര്യം പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. കാര്യം നമുക്ക് ദൈവം തന്ന അനുഭവമില്ലേ, ആ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് ബാധ്യസ്ഥരാണ്. കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണത്. 4:20 റോമ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 4:20. റോമ 4:20. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഈ തീഡർ എന്താ ചെയ്യണത്? വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. എങ്ങനെയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം 5 കെട്ട് പത്രം വാങ്ങിച്ചിരിക്കുകയാണ്. അത് വാങ്ങിച്ച് എന്നിട്ട് പറയുന്നത് ഞാൻ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കും, ചായക്കടയിൽ കൊണ്ടേ കൊടുക്കും, എവിടെയെല്ലാമാണ് കർത്താവിന് എത്തിക്കാൻ കഴിയുന്നത് അവിടെയെല്ലാം പ്രാർത്ഥനാപൂർവ്വം കൊണ്ട് നടന്നുകൊണ്ടേ കൊടുക്കും. അപ്പോഴങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലാണ് ഈ 5 പത്രം മേടിച്ചാലും ബാക്കി പത്രമെല്ലാം നാത്തൂനും ആൻറ്റിക്കൊക്കെ കൊടുത്തിട്ട് പോയി കിടന്ന് ഉറങ്ങണ ആൾക്കാർ. ഉറക്കം തൂങ്ങി ഉടമ്പടിക്കാരുടെ കാര്യം പോക്കണം കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ആരോഗ്യം പ്രായമുള്ള ആൾക്കാരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവത്തിനുണ്ട്. നിങ്ങളുടെ അഭ്യാസം ഒന്നും നടക്കത്തില്ല. അപ്പം മര്യാദക്ക് ശക്തമായി പ്രവർത്തിക്കാൻ വേണ്ടി കൈ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചൈതന്യം ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയായി നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 43:29. ഉൽപ്പത്തി 43:29. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഉൽപ്പത്തി 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. യാക്കോബിന്റെ ഇളയ മകനാ. അപ്പൊ ഏറ്റവും ഇളയ ബെഞ്ചമിൻ. അപ്പം ജോസഫിനെ അവർ ചട്ടന്മാരെല്ലാം കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു കളഞ്ഞില്ലേ. എന്നിട്ട് കർത്താവ് അവനെ എടുത്ത് ചാകാതെ രക്ഷപ്പെടുത്തി മിദ്യാൻകാരായ ഈ ബിസിനസ്സുകാർക്ക് കൊടുത്തിട്ട് ജോസഫിനെ ദൈവം ഈജിപ്തിൽ വളർത്തിയെടുത്തില്ലേ. ആ ജോസഫിനെ കാണാൻ ക്ഷാമകാലത്ത് സഹോദരന്മാർ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടില്ല ജോസഫ്. അയാളുടെ സഹോദരൻ കണ്ടില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി ഒരാളുണ്ട്, അവൻ്റെ പേര് ബെഞ്ചമിനാണ്. ഞങ്ങളുടെ അപ്പൻ പ്രായമായതുകൊണ്ട് ഞങ്ങളുടെ അനിയനെ നഷ്ടപ്പെട്ടത് കാരണം അവനെ അപ്പൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അവനും കൂടി നഷ്ടപ്പെട്ട അപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞ അവസാനം ബെഞ്ചമിനെ തരാതെ നിങ്ങൾക്ക് ഗോതമ്പ് തരത്തില്ലെന്ന് ജോസഫ് പറയും. ആ സഹോദരനാണേ, ഇളയാളെ കാണാനുള്ള ആഗ്രഹമാണ്. കണ്ടു കഴിയുമ്പോൾ ജോസഫിനെ കുറിച്ച് പറയണത് അവൻ കരയാനൊരു ഇടം നോക്കിയെന്ന്. അവൻ അവിടെ പ്രധാനമന്ത്രിയല്ലേ, അവന് സഹിക്കാൻ പറ്റില്ല സഹോദരൻ കൊണ്ടേ. ഈ സഹോദര സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളോട് എന്ത് ചെയ്താലും നമ്മൾ തിരിച്ചങ്ങനെ നിങ്ങൾ ചെയ്യരുത്. പറഞ്ഞ മനസ്സിലായ നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. ഈ സംഭവം ഇപ്പോൾ പറഞ്ഞ എന്താ കർത്താവ് പറഞ്ഞെന്നറിയാവാ? ജോസഫിനെ എങ്ങനെ ദൈവം സ്നേഹിച്ചു, അതാണ് വിഷയം. നമ്മുടെ സബ്ജക്റ്റ് അതാണ്. ദൈവത്തിൻ്റെ സബ്ജക്റ്റ് എന്താണ്? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് നേരത്തെ? ദൈവം എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്. അത് നമ്മളെന്താ കണ്ടത്? നേരത്തെ വായിച്ചത് എന്താണ്? കർത്താവ് എങ്ങനെയാണ് ആൾക്കാരെ സ്നേഹിക്കണത്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്. അതായത് അത് നമ്മളുടെ അവകാശമല്ല, ദൈവത്തിൻ്റെ ഔദാര്യമാണ് എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഏത് വചനത്തിലാണ് കണ്ടത്? യെശയ്യാ 30:18. വായിച്ചോളൂ. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇപ്പൊ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരെ. പക്ഷെ നമുക്ക് ലഭിക്കണ എന്താണ്? ഔദാര്യമാണ്, നമ്മുടെ മെരിറ്റിലല്ല. ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യണത് എന്താണ്? നമ്മുടെ മെരിറ്റിലല്ല, പിന്നെ എന്താണ്? കർത്താവിൻ്റെ കൃപയിലാണ്. ഇപ്പോഴെന്താ ഇവിടത്തേക്ക് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, അതായത്
ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് സ്നേഹം കാണിക്കുന്നു പറഞ്ഞില്ല. ടേക്ക് ദാറ്റ് വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 33:19. 33:19. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. എനിക്കിഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും. എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. അപ്പൊ നമ്മുടെ റിസ്ക് എന്താ? എങ്ങനെ ദൈവത്തിന്റെ നിലപാട് എന്താണ്? എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ പ്രസാദിക്കും, ഇഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കും. അപ്പൊ നമ്മുടെ ബോൾ നമ്മുടെ കോർട്ടിലാണ്, നമ്മൾ അടിക്കാൻ പറ്റത്തില്ല ഇനി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയാകാൻ കഴിയും? ക്ലിയർ അല്ലേ? എങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തിയായി ദൈവത്തിൻ്റെ കരുണ ആർജിക്കാൻ കഴിയും? അതാണ് ചോദ്യം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള വ്യക്തിയായി ജോസഫ് മാറിയത്? അതാണ് അതിൻ്റെ ഉത്തരം. എന്താണത്? പുറപ്പാട് 43:29. അവൻ തലയുയർത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു. തന്റെ അമ്മയുടെ മകൻ റാഹേലിന്റെ മകനാണ്. 2 മക്കളാണ്, ലെയായും റാഹേലും, 2 ഭാര്യമാണ്. അപ്പൊ സ്വന്തം അമ്മയുടെ മകൻ എന്ന് പറയുമ്പോൾ സ്വന്തം രക്തമാണ് അത് പറയണത്. അതാണ് തന്റെ ബൈബിൾ പറയുന്നത്, എൻ്റെ അമ്മയുടെ മകൻ. അവൻ പറഞ്ഞു, ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ? മകനെ, ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ. അപ്പം ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ ഏറ്റെടുക്കുന്ന ജോസഫിനോട് ദൈവം കാണിച്ച കരുണ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജോസഫിൻ്റെ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലുമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ എന്ന് ആരോടാ പറയണത്? ഈ സഹോദരന്മാരോട് പറയുകയാണ്. ഈ സഹോദരന്മാർ എന്താ ചെയ്തത്? ജോസഫിനെ കുഞ്ഞുനാളിൽ ജോസഫിനെ കിണറ്റി ഇട്ട് കൊല്ലാൻ നോക്കി പാർട്ടിയാണ്. എന്നിട്ട് വിറ്റ് കാശ് വാങ്ങിച്ച് 20 വെള്ളിക്കാശ് മേടിച്ച് അല്ലേ? ആ ആൾക്കാരോട് ജോസഫ് ക്ഷമിക്കുക. മനസ്സിലായ? കരുണ കാണിക്കാൻ എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങളെ വേദനിപ്പിച്ചവരെ, നിങ്ങളുടെ വസ്തു പിടിച്ചു വച്ചിരിക്കുന്നവരെ, നിങ്ങളെ അപമാനിച്ചവരെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരെ, നിങ്ങളെ ഇന്നും വഴിയെ കൊണ്ടു നടന്ന് കളിയാക്കുന്നവരെ, നിങ്ങളെ കല്യാണത്തിന് അടിയന്തരം വിളിക്കാത്തവരെ, നിങ്ങളെ മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ ഉടമ്പടിയുടെ ദൈവം എൻ്റെ ദൈവവേദനെ തൻ്റെ മക്കളോട് കരുണ കാണിക്കുമെന്ന് കൽപ്പിക്കുന്നു. കൈയിട്ടിച്ച് കർത്താവില്ലേ? മക്കളെ, നമ്മളുടെ ഒരു ധ്യാനം കേട്ടുപോണവരാകരുത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ താക്കോലിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഹൗ ഇറ്റ് വർക്ക്സ് എന്ന്. ഞാനെപ്പോഴും നിങ്ങൾക്ക് തിയറിയാണ്, കുറച്ച് ഫോർമുല തരികയാണ്. നിങ്ങളത് കൊണ്ടുപോയി പരീക്ഷാശാലയിൽ സൊല്യൂഷൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെക്കൻഡ് ഗ്രൂപ്പുകാരൊക്കെ നോക്കത്തില്ലേ, അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഉടമ്പടിയുടെ രീതി എന്ന് വെച്ചാൽ ഒരു തിയറട്ടിക്കൽ ലെവലിൽ ഒരു വിശ്വാസം നിലവാരം കീപ്പ് ചെയ്യണമല്ല. വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിബ്ലിക്കൽ ഫോർമുലാസ് നൽകും. അത് 13 എൻ്റെ അനുഭവത്തിലുള്ളതാണ് ഞാൻ എടുക്കത്തുള്ളൂ. കാര്യം നിങ്ങൾക്കത് ബോധ്യം കിട്ടാനും അത് സത്യമാണെന്ന് അറിയാനും. അല്ലെങ്കിൽ ഞാൻ ബൈബിൾ അങ്ങനെ പറയാനുണ്ട് ഞാൻ നിങ്ങളോട് പറയണമല്ല. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ തിയറിയുടെ കാര്യക്ഷമത പരിശോധിച്ചിട്ടുള്ളതാണ് നേരത്തെ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബൈബിൾ മെക്കാനിസമാണ് നമ്മൾ നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ ഉടമ്പടി പ്രകാരം അത് ആക്ടിവേറ്റ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ പ്രചാരകരായി മാറിയാൽ ദൈവം നിങ്ങൾ ഒരു ഓൺ ചെയ്യും, സ്വന്തമായിട്ട് ഓൺ ചെയ്യും. അങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്രയാനൊക്കെ ചന്ദ്രനിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയല്ലേ അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, ഈ പ്രാവശ്യം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ ചന്ദ്രയുടെ സൗത്ത് സോണിൽ പോയി സോഫ്റ്റ് ലാൻഡിങ് ചെയ്യാൻ നിങ്ങൾ കൈകളെത്തി ഒന്ന് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ചന്ദ്രയാനെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരെ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഒരു അപകടമില്ലാതെ സോഫ്റ്റായിട്ട് ലാൻഡ് ചെയ്യുകയും ഞങ്ങളുടെ രാജ്യം അതിലൂടെ വലിയ മേൽക്കൈ നേടാനും മനുഷ്യരാശിക്ക് അത് വലിയ സംഭാവന ഉണ്ടാകുവാനും ദൈവത്തിന്റെ രഹസ്യങ്ങൾ അവിടുന്ന് നൽകിയ ബുദ്ധിയുടെ വെളിച്ചത്തിൽ കണ്ടുപിടിക്കുന്നതിലൂടെ മനുഷ്യനെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ശക്തിയുടെ ഉപകരണങ്ങളായി മാറാൻ ഇടയാക്കണമേ. ശ്രദ്ധിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ഓരോരുത്തർ അവരുടെ ശിരസിലെ
രണ്ട് കൈകളും വെച്ച് ആദ്യം വിശ്വാസ പ്രമാണം ചൊല്ലുക. ശ്രദ്ധിച്ചെല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മക്കളെ കൈകൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെ ചെയ്യണമേ, എപ്പോൾ വേണമെങ്കിലും ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് 34 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരവേദികള്, ജീവിത ദുരിതങ്ങള്, മഹാമാരികള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മക്കളുടെ കൈകളെടുത്ത് കൈകൾ കൂപ്പി നിൽക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ, കർത്താവ് നമുക്ക് എത്രയോ വാക്കുകൾ, എത്രയോ ജീവിതത്തിൻ്റെ ആഹാരമാണ് നൽകിയത്. ആത്മീയാഹാരം. ഓരോ വിഷയത്തിനും കർത്താവ് നമുക്ക് മറുപടി നൽകി. കർത്താവിൻ്റെ വലിയ മഹത്വം കൂടാരത്തിൻ്റെ മേൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കുന്ന ദൈവിക സ്വർഗീയ നിമിഷങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ഇത് ആര് കേട്ടാലും എപ്പോൾ കേട്ടാലും ഇതേ അനുഭവമായിരിക്കാം. കർത്താവെ, അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിന്റെ തിരുമുറി രാവിലെ മുഴുവനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിന്റെ കരചരണങ്ങളിലെ ആണിപ്പഴുതികളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, നിന്റെ മുഴുക്കിടത്ത് നൽകുന്ന വിശുദ്ധമായ രക്തം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ തീർത്ഥാടനത്തിലും അനേക രാജ്യങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലും ഏത് സമയത്ത് പ്രാർത്ഥിച്ചാലും കർത്താവിൻ്റെ കരുണ അവരിലേക്ക് നിറഞ്ഞു വസിക്കുകയും ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത മഹാരുമാരികള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് കൈവെക്കണം. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും കാലദേശഭേദമില്ലാതെ ഈ പ്രാർത്ഥന എപ്പോൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിയ മാത്രം മതിയാകും. എവിടെയൊക്കെയാണ് രോഗം അവിടെയെല്ലാം കൈകൾ വെക്കണം. എന്നിട്ട് പറയണം, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിലാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ് സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി, സകല വിശുദ്ധരെയും സാക്ഷി നിർത്തി എന്റെ രോഗമുള്ളിടത്ത് ഞാൻ കൈവെക്കുന്നത്, എന്റെ ബന്ധുക്കള്, കൂടപ്പിറപ്പുമാര് അവരുടെ രോഗത്തിന് വേണ്ടി, അവരുടെ രോഗസ്ഥാനം, എന്റെ ശരീരത്തില് സങ്കല്പിച്ചുകൊണ്ട് എന്റെ കർത്താവിന്റെ നാമത്തില് ഞാൻ സ്തുതിക്കുന്നു. കർത്താവിന്റെ നാമത്തില് സ്തുതിക്കുമ്പോൾ ഈ നിമിഷം അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ എന്നിൽ നിന്നും അവരിൽ നിന്നും ക്ലേശങ്ങള്, ബാധകള്, രോഗങ്ങള്, ബന്ധനങ്ങള് മാറട്ടെ. നാമത്തിൽ സഭയുടെ അധികാരത്തിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നിറക്കോ ശ്വാസപ്പെടലും ഇത് സഹോദരങ്ങളുടെ കിഡ്നി രോഗങ്ങളും കരൾ രോഗങ്ങളും വിശപ്പ് രോഗങ്ങളും സോറിയാസിസ് രോഗങ്ങളും പൊണ്ടലോസ് രോഗങ്ങളും ക്യാൻസർ രോഗങ്ങളും ഉച്ചമുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില്, ഉച്ചമുതൽ ഉള്ളംകാലം വരെ യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ. മക്കളെ, ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ നമ്മൾ ഈ ധ്യാനം തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞത്,
help those who have kind of troubles. ഓരോ തരത്തിൽ ബന്ധ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് അതാണ്. എല്ലാ ബന്ധങ്ങളും ആശ്വസിപ്പിക്കപ്പെടണം. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉടമ്പടി ഇങ്ങനെ കത്തിപ്പടരാൻ കാര്യം? എന്തുകൊണ്ടാണ് 10,000 സാക്ഷിതകം പറഞ്ഞു മാറിയത്? ഒറ്റ കാര്യമുള്ള ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റാണ്. 2 Corinthians 1:4 എല്ലാ തരത്തിലും ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. ആ ദൈവത്തിൻ്റെ മനസ്സാണ് അമ്മ തിരിച്ചറിഞ്ഞത്. എന്താണ് ദൈവത്തിൻ്റെ മനസ്സെന്താണ്? എല്ലാ തരത്തിലും ബന്ധങ്ങൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഈ മനസ്സ് തിരിച്ചറിഞ്ഞത് ആരാണ്? അമ്മയാണ്. ഒരു വീട്ടിൽ കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയാൽ എന്ത് വ്യതയുണ്ടാകും ആ കുടുംബനാഥനെന്ന് അമ്മ തിരിച്ചറിഞ്ഞിരിക്കുന്ന കൈയിട്ടിച്ച് കർത്താവ്. 1:4 പറയുന്ന വ്യതകള് മനുഷ്യരാശിയുടെ മുഴുവൻ വ്യഥകളെയാണ് ക്രിസ്തുവിനെ കൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ക്രിസ്തുവിനെ കൊണ്ട് അഭിസംബോധന ചെയ്യിക്കുമ്പോൾ ആ അഭിസംബോധനയുടെ ഈ ലോകത്ത് ഈ പുതിയ കാലത്തെ ചരിത്രമാണ് ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ അടയാളം നൽകി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ചുകൊണ്ട് കർത്താവ്. എൻ്റെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ വ്യഥകളെയുമാണ്. വഴിയില്ലാത്തവരുണ്ട്, വീട് ഇല്ലാത്തവരുണ്ട്, വീടും വഴിയും സ്ഥലവും ഇല്ലാത്തവരുണ്ട്, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, മക്കൾ തുറന്നടപ്പുകാരുണ്ട്, മക്കളെ ലഹരിക്ക് അടിപ്പെട്ടവരുണ്ട്, മക്കൾ ജയിലിലായിപ്പോയവരുണ്ട്, മക്കൾ വിദേശത്തായിട്ട് ആരും മറുപടി ഇല്ലാത്തവരുണ്ട്, മരുമക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പിടിയും ഇല്ലാത്തവരുണ്ട്, കേസ് കൊടുത്തവരുണ്ട്, ജപ്തി നടപടി നടക്കാൻ പോകുന്നവരുണ്ട്, ലേലത്തിൽ വെച്ചിരിക്കുന്നവരുണ്ട്. എല്ലാ വ്യഥകളെയും അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോഴേ ദിവ്യകുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അഭിസംബോധന ചെയ്യണമേ. കർത്താവിനോട് പറയണമേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി വാങ്ങി നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയോഗ്യതയാണ് നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയെന്ന് ഇന്ന് ആരാധനയിലൂടെ വെളിപ്പെട്ട സന്ദേശമനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന. ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.